ഇസ്രയേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞത്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല, ഇനിയും ഞങ്ങളുടെയിൽ ആയുധ കോപ്പുകളുണ്ട്, ഞങ്ങൾ ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കും. അത് പിന്നിൽ ആരാണ് ഈ ഖമേനിക്ക് ബലം നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു. അത് ചൈനയാണ്. ചൈനയുടെ ഈ HBQ-9 യുദ്ധ മിസൈൽ വേദന സംവിധാനങ്ങൾ ഇത് ഇറാന് നൽകാൻ പോവുകയാണ്. ഈ പടക്കം കൊണ്ട് ഇറാൻ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ? ഇറാന് ഗുണമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു ഇത്ര റിസ്ക് എടുത്ത്. അല്ല, ചൈന ആയതുകൊണ്ടാണ്. കാരണം പാകിസ്ഥാന് കൊടുത്തിട്ട് ചൈന അങ്ങനെ മോശമാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്നത് ചാത്തൻ സാധനം മാത്രമല്ല, നല്ല സാധനം ഉണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ എടുത്ത് പ്രയോഗിച്ചപ്പോൾ നമ്മൾ അതിനെ അടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മികവ് കൊണ്ടാണ്, അതിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ഇവർ HQ-9 എന്ന് പറയുന്ന, അതായത് സർഫേസ് ടു എയർ മിസൈൽ, അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടാവുന്ന മിസൈലാണ് ഇറാൻ ചൈനയിൽ നിന്ന് അതീവ രഹസ്യമായി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു UK ബേസ്ഡ് ഒരു ബ്രിട്ടീഷ് മാഗസീൻ, ഒരു വാർത്താ മാഗസീനാണ് വാർത്ത പുറത്തുവിട്ടത്. അത് മറ്റ് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അത് അമേരിക്കയെ വലിയ കുഴപ്പത്തിലാക്കുന്നതാണ്, ഇസ്രായേലിനെ വലിയ കുഴപ്പത്തിലാക്കുന്നതാണ്. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ചൈന നൈസായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ചൈനീസ് എംബസി, ഇസ്രായേലിലെ ചൈനീസ് എംബസി നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ വാർത്ത അങ്ങ് നിഷേധിച്ചു. ഞങ്ങൾ ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല, ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് അത് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്നാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്. അതുമാത്രമല്ല, അതീവ മാരകശേഷിയുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനത്തിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ചൈന എന്നൊക്കെയാണ് ചൈനീസ് എംബസിയിലെ ഉദ്യോഗസ്ഥൻ തള്ളിമറിക്കുന്നത്. പക്ഷേ വാസ്തവം എന്തെന്നാൽ ഈ ചൈന ഇറാൻ ബന്ധം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഈ ഇറാൻ എണ്ണ ആണ് അവരുടെ ഏറ്റവും വലിയ വിഭവം എന്നിരിക്കെ എണ്ണ അവർക്ക് സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം അമേരിക്കയുടെ ഉപരോധമുണ്ട്. അപ്പോൾ ആ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് അമേരിക്കൻ ഉപരോധം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴും ഇറാൻ്റെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ചൈന. അവർക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത വിലയ്ക്കാണ് ഇറാൻ എണ്ണ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ച് ഇറാൻ അവരുടെ ഏറ്റവും വലിയ വിശ്വസ്ത പങ്കാളിയും കൂടിയാണ്. അപ്പോൾ ചൈന ഒരിക്കലും ഇറാനെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇറാനെ ബാധിക്കുന്ന യാതൊരു നടപടിയും എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ചൈന ഇറാനെ പിന്തുണച്ചിട്ടുണ്ട്, പിന്തുണയ്ക്കും, ഇനിയും ചെയ്യും. ഇത് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അതായത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന പ്ലാന്റുകളെല്ലാം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇറാൻ അതൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ അതിനു വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ഏതാണ്ട് 800 ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പര്യാപ്തമായ അസംസ്കൃത വസ്തുക്കൾ ചൈനയിൽ നിന്ന് എത്തിക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ പേര് അമോണിയം പെർക്ലോറേറ്റ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. അത് ചൈനയിൽ നിന്ന് ഒരു ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി വഴിയാണ് ഇതെത്തുക. ഇത് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നതെങ്കിലും അതിലൊരു വലിയൊരു പങ്കും ഈ ഹൂത്തികളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഹൂത്തികളും അവർ സ്വന്തം നിലയിൽ റോക്കറ്റുകളൊക്കെ ഉണ്ടാക്കി ഇസ്രായേലിന് നേരെ തൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇസ്രായേൽ ഇറാനിൽ സൈനികമായി ഇടപെട്ടപ്പോൾ തന്നെയും അല്ലെങ്കിൽ അമേരിക്ക അതിൽ ഇടപെട്ടപ്പോൾ തന്നെയും അതിനെ അപലപിച്ച് രംഗത്തെത്തിയ രാഷ്ട്രങ്ങളിലൊന്നാണ് ചൈന. അവർ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ഒരു അന്തർധാര ഉള്ളതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല, ചൈന മാത്രമല്ല, റഷ്യയും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇറാനിലുള്ള ചില ന്യൂക്ലിയർ സംവിധാനങ്ങൾ അടക്കം പ്രവർത്തിക്കുന്നത് ചൈനയുടെ പിന്തുണയോടുകൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ മറ്റേ ഇസ്ഫഹാൻ എന്ന് പറയുന്ന അവരുടെ ആണവ ഗവേഷണ കേന്ദ്രം, അവിടെ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകളിലേറെയും ചൈനയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല ബന്ധമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇറാൻ അവരുടെ വിമാനങ്ങളെല്ലാം പഴയതായിരുന്നു, യുദ്ധവിമാനങ്ങളെല്ലാം പഴയതായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഇവർക്ക് കാഴ്ചക്കാരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഒരു വിമാനം പറന്നുയരുക പോലും ചെയ്തില്ല. കാര്യം കാലപ്പഴക്കമേറിയ വിമാനങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തെ എതിരിട്ട് നിൽക്കാൻ പ്രാപ്തിയുള്ള വിമാനങ്ങളൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ, അതായത് J-10 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ടും അവർ പദ്ധതി ഇടുന്നുണ്ട്. മുൻപ് അവരിതിൽ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ചൈന അതിന് അവർക്ക് ഈ ഉപരോധത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ ഈ ഡോളറിൽ പണം വേണം എങ്കിലേ ഈ വിമാനത്തിൻ്റെ വിൽപ്പന നടക്കുകയുള്ളൂ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഡോളർ കിട്ടില്ല. കാര്യം അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് ഡോളറില്ല, പകരം അവർ എണ്ണ കൊടുക്കാമെന്ന് പറയും. അപ്പം ചൈന എപ്പോഴും ഇറാനുമായിട്ടുള്ള ഇത്തരം പ്രതിരോധ സാമഗ്രികളുടെ ഇടപാടുകൾ എപ്പോഴും നടത്തുന്നത് പകരം എണ്ണ വാങ്ങിക്കൊണ്ടാണ്. അല്ല, നേരത്തെ ഈ പരോക്ഷമായി സഹായിച്ചിരുന്ന ചൈന പെട്ടെന്ന് എന്തുകൊണ്ടാണ് പ്രത്യക്ഷമായി തന്നെ ഇത് പ്രത്യക്ഷമായിട്ടൊന്നുമല്ല, അതീവ രഹസ്യമായിട്ട്. അതായത് ഈ ഇസ്രയേൽ അവിടെ സൈനിക നടപടി നടക്കുമ്പോൾ ചൈനയുടെ 3 ചരക്ക് വിമാനങ്ങൾ അവിടെ അതീവ രഹസ്യമായിട്ട് പോയിരുന്നു. അതും വളരെ രസകരമായതാണ്. അതായത് അവരുടെ ചൈനയുടെ ഒരു വ്യോമ മേഖലയും തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ വരെയൊക്കെ എത്തുന്നത് വരെ ഈ പറയുന്ന വിമാനങ്ങളുടെ റഡാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തനക്ഷമമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇറാനിലോട്ട് അടുക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്പോണ്ടറുകളൊക്കെ ഇവർ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് ആ ചരക്ക് വിമാനങ്ങളൊക്കെ യൂറോപ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ആ സമയം ആ വിമാനങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്തേക്ക് ഇത്ര തിരക്കിട്ട് ചരക്ക് വിമാനങ്ങൾ, മറ്റു വിമാനങ്ങളൊന്നുമല്ല, ചരക്ക് വിമാനങ്ങൾ എന്തിനവിടെ പോയി എന്നുള്ളത് വ്യക്തമാണ്. ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് അത് രഹസ്യമായിട്ടാണ്. ഇപ്പോഴും ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങളൊക്കെ ഇറാനുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ അമേരിക്ക മാത്രമല്ല, അന്താരാഷ്ട്ര ഉപരോധം തന്നെ ഇറാന് മേലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് നേരിട്ടൊരിക്കലും ഇതൊക്കെ പിന്നാമ്പുറത്തുള്ള ഇടപാടുകളാണ്. ചൈന ഈ പറയുന്ന രീതിയിൽ പകരം എണ്ണ വാങ്ങിക്കൊണ്ട് എന്തു കൊടുത്താലും അതൊന്നും നേരിട്ട് ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളൊന്നും ആകാൻ സാധ്യതയില്ല. അതെല്ലാം അനൗദ്യോഗികമായിട്ടാണ്. അതായത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ രഹസ്യ ഇടനാഴി, പിന്നാമ്പുറ കച്ചവടം എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഇടപാടുകളാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധവിമാനങ്ങൾ J-10 യുദ്ധവിമാനങ്ങൾ, അത് നേരത്തെ ഇറാൻ ഇതേപോലെ എണ്ണ കൊടുക്കാം പകരം വിമാനം തരണം എന്നുള്ള വ്യവസ്ഥ വെച്ചിരുന്നു. പക്ഷേ അത് ചൈന അംഗീകരിക്കാത്തതുകൊണ്ടാണ് അത് നടപ്പിലാകാതെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ വിമാനങ്ങൾ ആവശ്യമായി വന്നു. അവർ ആ വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ളതാണ് പരിപാടി. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, വാങ്ങാൻ അവർ തീരുമാനിച്ചാലും പണം എങ്ങനെ കൊടുക്കും? അപ്പോൾ പണം നേരത്തെ പറഞ്ഞതുപോലെ പകരം എണ്ണ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലായിരിക്കണം ഈ പറയുന്ന പരിപാടി ചെയ്തിട്ടുണ്ടാവുക. ഏതായാലും ഇസ്രയേൽ അമേരിക്ക ഇടപാട് ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തിയപ്പോൾ നേരത്തെ തന്നെ ഇറാനും റഷ്യയും ചൈനയും തമ്മിലൊരു നെക്സസ് പ്രവർത്തിച്ചിരുന്നു. അതായത് അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് നേരിട്ട് ഇടപഴകുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് സൈനികമായി തന്നെ. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ ചൈന രഹസ്യമായിട്ട് അവരുടെ ആയുധങ്ങൾ ഇറാനിൽ